അപ്പോൾ ഞങ്ങളിത് അവിടെ ചെറിയൊരു ട്രിപ്പ് പോവാണ്. നമ്മൾ മേജർ ഡെസ്റ്റിനേഷനായിട്ട് കാണുന്നത് കുടജാത്രയാണ്. പക്ഷെ നമ്മൾ പോകുമ്പോൾ മൂകാംബിക റൂട്ടിലാണ് കേട്ടോ പോകുന്നത്. അതായത് മൂകാംബിക ഇസ് ഇൻ ഉടുപ്പി. അവിടുന്ന് ഒരു ഓൾമോസ്റ്റ് 2 hours ട്രാവൽ ഉണ്ട് ഷിമോഗ ഡിസ്ട്രിക്റ്റിലുള്ള കുടജാത്രയിലേക്ക്. ആദ്യം നമുക്ക് പോകേണ്ടത് ബൈന്ദൂരിലേക്കാണ്. നമ്മൾ മംഗലാപുരം ബേസ്ഡ് ആയതുകൊണ്ട് അവിടുത്തെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് ട്രെയിൻ കയറിയത്. 2:20 മത്സ്യഗന്ധ എക്സ്പ്രസ്സിലാണ് നമ്മൾ പോയത്. അപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്നവരാകുമ്പോൾ മംഗലാപുരത്തേക്ക് വന്നിട്ട് അവിടുന്ന് ബൈന്ദൂരിലേക്ക് പോകുന്നതായിരിക്കും എളുപ്പം. ഒരു 4 hours ശേഷമാണ് നമ്മളവിടെ എത്തുന്നത്. ഒരു ചെറിയൊരു സ്റ്റേഷൻ, വലിയ പ്ലാറ്റ്ഫോമുകളോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കുഞ്ഞ് സ്റ്റേഷൻ. ബൈ ദ വേ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ആയത് പെർ പേഴ്സൺ 95 rupees ആയിരുന്നു. അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു സംഭവം കാണുന്നത്. അതെന്താണെന്ന് ഫസ്റ്റ് കണ്ടപ്പം നമുക്ക് മനസ്സിലായില്ല. പിന്നെയാണ് അതൊരു വ്യൂ പോയിൻ്റ് ആണെന്ന് മനസ്സിലായത്. ശരിക്കും ഞാൻ കുടജാത്ര മാത്രം വ്ളോഗിൽ കവർ ചെയ്താൽ മതി എന്നായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മൾ ട്രാവൽ റൂട്ടും പിന്നെ സ്റ്റേ ഓപ്ഷനും പിന്നെ എത്ര എക്സ്പെൻസും അതൊന്നും എല്ലാം കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അവിടേക്ക് പോകേണ്ട ആളുകൾക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ വിചാരിച്ചിട്ടാണ് വ്ളോഗ് കുറച്ച് ലെങ്തി ആക്കിയത്. അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങി ഓട്ടോന് കയറി. അവിടുന്ന് നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക്, അതായത് കൊല്ലൂരിലേക്ക് ബസ് കയറണമെങ്കിൽ അവിടേക്കൊരു 10 minute നടക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ലഗേജൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഓട്ടോ ചൂസ് ചെയ്തു. ഓട്ടോന് ചാർജ് ആയത് 50 rupees ആണ്. നമ്മളവിടെ പോയി ചോദിച്ചു ബസ്സിനെ പറ്റിയിട്ടൊക്കെ. അപ്പം ഓൾമോസ്റ്റ് ഓൾ ദ ടൈം ബസ് സർവീസ് ഉണ്ട്. അങ്ങനെ 50 rupees ആയിരുന്നു കേട്ടോ കൊല്ലൂരിലേക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഓപ്പൺ ആയിട്ടുള്ളൊരു ബസ്സായിരുന്നു. ഒരു 40-45 minutes ട്രാവൽ ഉണ്ട് കൊല്ലൂരിലേക്ക്. അങ്ങോട്ടേക്ക് പോകുന്നതോറും ക്ലൈമറ്റൊക്കെ മാറി വന്നു. പക്ഷേ ഇരുടായതുകൊണ്ട് നമുക്ക് പ്രോപ്പർ വ്യൂ ഒന്നും കിട്ടിയില്ല. ഒരു 7-7:30 ആകുമ്പോഴത്തേക്ക് കൊല്ലൂരെത്തി. ഞങ്ങൾ നേരെ പോയി ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഒരു രാമനാഥ ലോഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു ലോഡ്ജിലാണ് നമ്മൾ നിന്നത്. അവിടെ പിന്നെ ടെമ്പിൾ ഏരിയ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ലോഡ്ജും ഹോട്ടൽസൊക്കെ അവൈലബിൾ ആണ്. അഫോർഡബിൾ റേറ്റിന് തന്നെ കിട്ടും ചെയ്യും. നമ്മളവിടെ എത്തുമ്പോഴേക്കും നട അടയ്ക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ദർശനം കിട്ടി. അമ്പലത്തിൽ ഇറങ്ങിയ പാടെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. കാരണം ഉച്ചയ്ക്ക് തന്നെ മര്യാദയ്ക്ക് കഴിച്ചിട്ടില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു. നേരെ കയറിയത് ഈ ഒരു ഹോട്ടലിലാണ്. ഫുഡ് എങ്ങനെയായിരിക്കും എന്നൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം വേറെ നാടാണ്. പക്ഷേ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഫുഡ് തന്നെ ഞങ്ങൾക്ക് കിട്ടി. അതിന് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഫുഡ് കഴിച്ചിട്ട് വേറെ പണിയൊന്നുമില്ല. നേരെ റൂമിൽ പോകുന്നു, കിടന്നുറങ്ങുന്നു. കാരണം നമുക്ക് രാവിലെ 3 മണിക്ക് എണീക്കണം. ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നാണ് കുടജാത്രി ട്രക്കിങ്ങിന് പോകുന്നത്. ഇപ്പോൾ സമയം ഒരു 4-4:30 ആയിട്ടുണ്ടാവും. അപ്പം ഈ ജീപ്പിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അമ്പലത്തിൻ്റെ താഴെ തന്നെ കുറേ ജീപ്പുകൾ ഉണ്ടാവും. അപ്പോൾ അവരോട് പോയി അന്വേഷിച്ചാൽ മതി എത്ര രൂപയാണ് പെർ പേഴ്സൺ ആവുക കുടജാത്രയിൽ പോകാനും വരാനും കൂടിയായിട്ട്. അപ്പം നമ്മളിതിപ്പം സീസൺ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, റേറ്റ് കുറവായിരുന്നു. 470 ആണ് നമുക്ക് പെർ പേഴ്സൺ ആയത്. അല്ലെങ്കിൽ ഒരു 700 ഒക്കെ മനസ്സ് കണ്ടിട്ടാണ് നമ്മൾ പോയത്. ഇതിൽ ജീപ്പിലുണ്ടാവുക 8 പേരാണ്. അപ്പോൾ അവർ 8 പേരും വന്നാൽ മാത്രമേ ആ ജീപ്പ് എടുക്കത്തുള്ളൂ. നമുക്ക് പോണ വേ ഫുഡ് കഴിക്കാനൊക്കെ നിർത്തി തരും. പക്ഷേ ഏറ്റവും ബെറ്റർ ഫുഡ് കഴിക്കാതെ പോകുന്നതാണ്. കാരണം ട്രക്കിംഗ് ആണ്. ജീപ്പ് എങ്ങനെയൊക്കെയാണ് പോകാമെന്ന് നമുക്ക് അടുക്കലേ അറിയുള്ളൂ. ഫുൾ കുലുങ്ങായിരിക്കും. അവരെ വോമിറ്റ് ചെയ്യാനൊക്കെ തോന്നും. അങ്ങനെ ഈ ചെക്ക് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് ഫുൾ ഓഫ് റോഡാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ 470 70 rupees നമ്മളിവിടെ ചെക്ക് പോയിന്റിൽ കൊടുക്കേണ്ടതാണ് പെർ പേഴ്സൺ. അങ്ങനെ അതിൻ്റെ കൂടെ നമ്മൾ പ്ലാസ്റ്റിക് അവിടേക്ക് അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ എഴുതി കൊടുക്കണം. ഇൻ കേസ് നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അവരൊരു ഫൈൻ എമൗണ്ട് പറയും. തിരിച്ച് വരുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കാണിച്ചാൽ പൈസ നമുക്ക് തിരിച്ചു കിട്ടും. ആ ചെക്ക് പോയിന്റ് അങ്ങോട്ട് കഴിഞ്ഞേരെയാണ് കംപ്ലീറ്റ് ഓഫ് റോഡ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ് വാസ് ആക്ച്വലി നൈസ്. എനിക്കിത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ജീപ്പിലൊക്കെ ട്രക്കിംഗ് പോകുന്നത്. ഒരു 30-40 minutes ഇങ്ങനെ ഓഫ് റോഡ് ട്രക്കിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു 7-7:30 ഒക്കെ ആകുമ്പോഴാണ് പോയിന്റിൽ എത്തിയത്. ഇനി ഇവിടെ നിന്ന് 2 kilometers അടുത്ത് ഹൈക്കിംഗ് ഉണ്ട്. നമ്മൾ മല കയറി പോകണം. അപ്പോഴാണ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള കുടജാത്രി സർവജ്ഞ പീഠം ആ ഒരു പോയിന്റിലെത്തുക. ഞങ്ങളോട് ഞങ്ങളുടെ ഡ്രൈവർ ഒരു 1.5 hours ഉള്ളിൽ പോയി വരാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ എക്സ്ട്രാ പൈസ ചാർജ് ചെയ്യുമെന്നും പറഞ്ഞു. സോ ഞങ്ങൾ ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഓൾമോസ്റ്റ് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളും ട്രക്കിങ്ങിനുണ്ടായിരുന്നു. ചെറിയ മക്കൾ മുതൽ വയസ്സായവർ വരെ. ചെറുതായിട്ട് എനിക്കൊരു കിതപ്പൊക്കെ വന്നെങ്കിലും നല്ല രസമായിരുന്നു നടന്നു പോകാൻ. കുറേ മലയും കാടും കുറേ കല്ലും ഒക്കെ ആയിട്ട്. ഈ ഒരു പോയിന്റിലെത്തിയപ്പോഴാണ് എൻ്റെ ഉള്ളിലെ പ്രോപ്പർ ഫോബിയ പുറത്തു വന്നത്. കാരണം തൊട്ടപ്പുറത്തേക്കൊക്കെയാണ് ഒന്ന് കാല് തെറ്റിയ തീർന്നു.
ആൻഡ് ഫൈനലി വി റീച്ച് ഹിയർ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു 1300 അടി മേലെയാണ് കേട്ടോ. ആൻഡ് ദിസ് ഈസ് ദ വെൽ നോൺ സർവജ്ഞപീഠം. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ശ്രീ ശങ്കരാചാര്യർ മെഡിറ്റേറ്റ് ചെയ്ത് അവരുടെ സ്പിരിച്വൽ ജേർണീൻ്റെ ഇടയിൽ മെഡിറ്റേറ്റ് ചെയ്ത സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത്. അവിടെ തന്നെ അവരുടെ ഒരു പ്രതിഷ്ഠയും ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, മെഡിറ്റേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ആദ്യമായിട്ട് കുടജാത്രയിൽ വരുമ്പം നമ്മൾ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ അത് നടക്കും എന്നുള്ളൊരു ഐതിഹ്യമുണ്ട് കേട്ടോ. അവിടെ പോയപ്പം അത്യാവശ്യം റഷായിരുന്നു ഞങ്ങൾ പോയ ടൈം. അല്ലെങ്കിൽ കുറച്ച് നേരം കൂടി ഞങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയേനെ. പിന്നെ ഡ്രൈവർ ഞങ്ങൾക്കൊരു ടൈം ലിമിറ്റും കൂടി തന്നിട്ടുണ്ട്. സോ കുറച്ച് നേരം അവിടെ ഇരുന്ന് നമ്മൾ തിരിച്ച് ഇറങ്ങാൻ തീരുമാനിച്ചു. നമ്മൾ കയറിയതിനെക്കാട്ടും സിമ്പിളായിട്ടായിരുന്നു നമുക്ക് ഇറങ്ങാൻ പറ്റിയത്. കാരണം കയറുമ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ ഓൾറെഡി നമ്മൾ ടൈം ലിമിറ്റ് കഴിഞ്ഞു. അതുകൊണ്ട് എക്സ്ട്രാ പൈസ ഈടാക്കുന്നതിനെക്കാട്ടും നല്ലത് വേഗം ഇറങ്ങി നില വെച്ചിട്ട് നമ്മൾ സ്പീഡിൽ നടന്നു. അപ്പോഴേക്ക് നമ്മൾ ഡ്രൈവർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ 1-2 അമ്പലങ്ങളുണ്ട് കേട്ടോ. പൂജ, വഴിപാട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് അവിടുത്തെ പൂജാരിയാണ്. 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ട്രക്കിംഗ് കഴിഞ്ഞു. അങ്ങനെ ആ ഒരു ട്രിപ്പ് എൻഡിലേക്ക് എത്തുകയാണ്. നമ്മളിങ്ങനെ മൂവീസിലും പിന്നെ അങ്ങനെ റീൽസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സ്ഥലം, ഫേമസ് ആയിട്ടുള്ള കുടജാത്രി ഞങ്ങൾ കണ്ടു. നമ്മൾ പോകുന്ന യാത്രകൾ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് അത് നമുക്ക് കുറേ എക്സ്പീരിയൻസ് തരും, കുറേ മെമ്മറീസ് തരും. അങ്ങനെ ഇറ്റ്സ് നോട്ട് ഓൾവേസ് അബൌട്ട് ദ ഡെസ്റ്റിനേഷൻ, ഇറ്റ്സ് അബൌട്ട് ദ ജേർണി, റൈറ്റ്? ഇത് പറയാൻ മാത്രം ഞാൻ അത്ര യാത്രകളൊന്നും ചെയ്തിട്ടില്ല. സ്റ്റിൽ ദിസ് ജേർണി വിൽ ബി ഓൾവേസ് ദെയർ ഇൻ മൈ കോർ മെമ്മറി. And I should include them in this video because ഞങ്ങളുടെ കൂടെ ട്രെക്കിങ്ങിന് ഉണ്ടായിരുന്നവരാണ്. They were so comfortable and friendly to us. അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങളുടെ ഒരു കുട്ടി വ്ളോഗ്. Hope you like it. Thank you for watching. Bye bye.